ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാണ്ട് നല്ല ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് മൈദേൻ്റെ അളവിലാട്ടോ പറയുന്നത്. ഈ ഒരു അളവിൽ നമുക്കൊരു 8-9 ബന്നോളം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സ്നാക്സ് സ്റ്റഫ്ഡ് ചിക്കൻ ബന്നില്ലേ, അതാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ ഈ പഞ്ചസാരയും ഉപ്പും നല്ലോണം മെൽറ്റായിട്ട് വരണം. നല്ലപോലെ മിക്സായിട്ട് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതൊക്കെ കൈവച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കൂലേ, അതേപോലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം അല്ലെങ്കിൽ പാല് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് വലിച്ച് പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് ഞാനിപ്പം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ്, മാക്സിമം പോയാൽ 45 മിനിറ്റ്, കൂടി കുറച്ച് സമയം അധികമാണെങ്കിൽ എത്ര വേണമെങ്കിലും വെക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ മാവ് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് എടുക്കുന്നില്ലെങ്കിൽ മസാല ഫില്ലിങ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചെറുതായത് കൊണ്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. ഇതേപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ സൈഡിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വൈറ്റ് സോസ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ഫില്ലിങ്ങിനേക്കാളും നല്ല ഡബിളായിട്ടുള്ള ടേസ്റ്റ് തന്നെ കേട്ടോ. ഒരു വട്ടം നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എന്നും ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് മൈദേൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് പെട്ടെന്ന് തിക്കായിട്ട് വന്നോളും. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എന്താ പറയുക, സോസിലേക്കുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ക്രീം നല്ലപോലെ തിക്കായി വന്നാൽ നമ്മൾ നേരത്തെ സൈഡിൽ മാറ്റി വെച്ച ഉള്ളിയും ക്യാപ്സിക്കത്തിൻ്റെ മസാലയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് മഞ്ഞളും ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ വേവിച്ചിട്ട് ക്രഷ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തില്ല, ആ സമയം ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കന് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഏതെങ്കിലും എടുക്കുക. ചീസ് ഇല്ല വെച്ചിട്ട് ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും ചീസ് ഇടുമ്പം. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവില്ല, അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ട്
ഒരു 9 ബോൾസ് ആക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ല. ഫില്ലിങ്ങും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാവാണെങ്കിൽ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. 2-3 മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്നാക്സാണിത്. ഇനിയിപ്പോൾ ഇത് അതിമെന്ന് ഒന്നെടുത്തിട്ട് ഇതേപോലെ പൂരിൻ്റെ വലിപ്പത്തിലേ പരത്തിയെടുക്കാം. ഭയങ്കര കട്ടിയിലും അല്ല, എന്നാൽ ഭയങ്കര തിന്നലും അല്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്ന് പിടിച്ചിട്ടും അത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ എയർ ഫ്രൈയറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യം പ്ലേറ്റിലേക്ക് കേട്ടോ മാറ്റുന്നത്. ബാക്കി റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ പ്ലേറ്റിലുള്ളത് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഫസ്റ്റിലത്തേക്കുള്ള 4 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഉപ്പും ഒന്നും ഇടണ്ട കേട്ടോ, നല്ല പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെയാണ്. അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ മുട്ട ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ബേക്കായിട്ട് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പം നല്ല രസമാണ് കാണാനും കഴിക്കാനും. ഈ കളറും കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ഇതന്നെ സെയിം സ്നാക്ക് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 30 മിനിറ്റോളം സമയം എടുക്കും. ഓരോ എന്താ പറയുക ഫ്ലെയിം അനുസരിച്ച് കുറച്ച് സമയം കൂടിയെന്നും കുറഞ്ഞെന്നൊക്കെ വരും. ഇനി ഇതിൻ്റെ മേലെ വെളുത്ത എള്ളില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഇട്ട് കൊടുക്കുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാകും. കുറച്ച് കറുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുപ്പ് വളരെ കുറവാണ്, വെളുത്ത് തന്നെയാണ് കൂടുതലായിട്ടിട്ടത്. ഇനിയിപ്പോൾ ഇതാ എയർ ഫ്രൈയറിൽ 160 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതാ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്ത നല്ല കിഡിലനായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഓക്കെ, ബൈ.